ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ്. റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. ഫെലിക്സ് അവിടുത്തെ സാഹചര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെയുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തളിപ്പറമ്പിൽ നിന്നുള്ള കുപ്പത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കുപ്പത്ത് ദേശീയപാതയുടെ കുന്നിടിച്ച ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വലിയ അപകട സാധ്യതയായി ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കേണ്ടി വരും. പ്രദേശത്ത് അപകടം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നേരത്തെയും പ്രതിഷേധം സംഘടിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും പ്രതിഷേധം രൂപപ്പെടുകയാണ്. തളിപ്പറമ്പിലെ കുപ്പത്ത് ദേശീയപാത കുന്നിടിച്ച ഭാഗം ഇടിഞ്ഞു വീഴുന്നതിലാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ 2 ദിവസത്തെ മഴയിൽ ജനജീവിതം താറുമാറായ ഒരു അവസ്ഥയാണ്. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ പല പ്രദേശങ്ങളും അപകട ഭീഷണിയിലാണ്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം, അടുക്കളയിലടക്കം ചെളി കയറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നോക്കൂ, ജനങ്ങൾ ഓരോരുത്തരും, സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്? നേരത്തെയും പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയപാതയുടെ കുന്നിടിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണതാണ് ജനരോഷത്തിന് ഇടയാക്കിയത്. നേരത്തെയും ഇവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. പ്രദേശത്ത് അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവർ പ്രതിഷേധിക്കുന്ന നമ്മൾ കാണാം. അതായത് അവിടെ വളരെ പ്രാദേശികമായി അവരെ അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ സംരംഭത്തിൽ പങ്കെടുപ്പിച്ചേക്കാം, പ്രതിഷേധത്തിന്റെ ഭാഗമാക്കിയേക്കാം എന്ന ഒരു ഓർഗനൈസിംഗ് സംവിധാനമൊന്നും ഉണ്ടാകില്ലല്ലോ. അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. 2 ദിവസമായി വലിയ മഴയാണ്, വീടുകളിലൊക്കെ ചെളികേറുന്ന അവസ്ഥയാണ്. നേരത്തെയുമായി ഈ അശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചതാണ്. പുഴയിൽ മണ്ണ് തള്ളുന്നതിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോഴൊന്നും പരിഗണിക്കപ്പെടാതെ ഇപ്പോഴിതാ ഒരു അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയല്ലേ? തീർച്ചയായിട്ടും അതിശക്തമായി ജനരോഷമാണ് ഉണ്ടാവുന്നത്. കാരണം നേരത്തെ നമ്മുടെ കൺമുന്നിൽ തവണ മണ്ണിടിഞ്ഞു. മാത്രമല്ല ഈ മണ്ണ് ഇവരുടെ വീടുകളിലേക്കാണ് വന്ന് പതിക്കുന്നത് കനത്ത മഴ വന്നാൽ. അപ്പോൾ വലിയ ആശങ്ക ആളുകൾക്കുണ്ട്. RDOയും പ്രൊജക്ട് ഓഫീസറും ഇവിടെ എത്തി സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവരോട് സംസാരിക്കാൻ ആരും തയ്യാറായില്ല എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക്, പരസ്യമായ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങിയത്. ഏതായാലും ഇവിടെ സ്ത്രീകളടക്കമുള്ളവരുണ്ട്. നിങ്ങൾ വീണ്ടും ഇവിടെ എത്താൻ കാരണം എന്താണ്? ഞങ്ങൾ ഇന്ന് രാവിലെ മുതലേ നിങ്ങളെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഞങ്ങൾ രാവിലെ 9 മണി മുതൽ സ്ത്രീകളും കുട്ടികളടക്കം ഇവിടെ റോഡിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ 2 മണി ആദ്യം പറഞ്ഞു ഇവർ ചർച്ച നടത്തുന്നുണ്ട്, ചേംബർ ഹാളിൽ മീറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. 4 മണി വരെ പിന്നീടത് സ്ത്രീകളടക്കമുള്ളവരിവിടെ വാഹനങ്ങൾ തടയുകയാണ്. അതായത് പോകേണ്ട, അതായത് റോഡിൽ കുത്തിയിരുന്നും ഉള്ള വിരോധമാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുന്ന ദേശീയപാത, അതായത് തളിപ്പറമ്പിനും പയ്യന്നൂരിനും ഇടയിലുള്ള സ്ഥലമാണ്, തളിപ്പറമ്പിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നു, ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുന്നു തടയുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. ഒരു തരത്തിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാതെ ഒരു തരത്തിലും തങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നതാണ് അവർ പറയുന്നത്. കാരണം ഏത് നേരവും മണ്ണിടിഞ്ഞ് വീഴാം. അങ്ങനെ മണ്ണിടിഞ്ഞ് വീണാൽ തീർച്ചയായിട്ടും അത് ഇവരുടെയൊക്കെ വീടുകളിലേക്കാണ് ആ മണ്ണ്, ചെളി വന്ന് പതിക്കുന്നത്. ആ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇപ്പോഴും മണ്ണിടിഞ്ഞ് വീഴാനൊരു സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കൊണ്ട് എത്രയും വേഗം ഇടപെടൽ വേണമെന്നതാണ്. അപ്പോൾ നിങ്ങൾ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണോ? ഉറച്ച തീരുമാനം തന്നെയാണ്, അതിലൊരു പിന്മാറ്റമൊന്നുമില്ല. അധികാരികൾ വരോളം ഇവിടെ തന്നെ തുടരും. അധികാരി വന്നാലേ ഇവിടുന്ന് നീങ്ങും. ഇതിനൊരു ശാശ്വത പരിഹാരം, നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന ശാശ്വത പരിഹാരം വേണം. 2 മണിക്ക് വരാന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഇടുന്നതല്ലേ നമ്മൾ രാവിലെ ഉണ്ടായത്, ഈ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ തന്നെ മൊത്തം ഇടിഞ്ഞു വന്നില്ലേ. അത് ഈ മണ്ണും ചളിയും തേച്ചും പെട്ട് താഴേക്കാണ്. അതിനൊരു നടപടി എടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. നിലവിൽ ഇത്രത്തോളം ഇടിഞ്ഞ സ്ഥിതിക്ക് രാത്രി ഉറങ്ങുന്ന ടൈം എത്രത്തോളം ഇടിഞ്ഞു വരുമെന്ന് ഇപ്പൊ ആർക്കും പറയാനോ ആക്കാനോ കഴിയില്ല. എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പിഞ്ചു മക്കളെയും കൊണ്ട് എല്ലാവരും മനസ്സുറച്ചൊന്ന് കിടന്നുറങ്ങല്? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ രാവിലെ നോക്കുമ്പോ ഇതേ സ്ഥിതിയല്ലല്ലോ. ഇത് സ്ഥിതി വളരെ വഷളായിട്ടല്ലേ. ഇപ്പൊ രാത്രി ഏത് സ്ഥിതിയിൽ എന്ത് സുരക്ഷയോട് കൂടിയാണ് നമ്മൾ കടന്നുറങ്ങേണ്ടത്? ഇതൊന്നും അധികാരികൾ കാണുന്നില്ലേ? 2 മണിക്ക് നമ്മളിവിടെ അധികാരികൾ എത്താന്ന് നമുക്ക് വാക്ക് തന്നതാ. 4 മണി ഇതുവരെ ഒരു അധികാരികളും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
നമ്മ ഇതിലും തുടർന്ന് അത് വേറെന്താ ചെയ്യേണ്ടത്? രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ ഇത് ഇത്രത്തോളം ഇപ്പൊ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഇതിലും അധികമായി അടങ്ങിയാൽ നമ്മൾ എങ്ങനെ കിടന്നുറങ്ങല്? എല്ലാവർക്കും മനസ്സിലല്ല, ലൈവായിട്ട് കാണുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതുള്ളത്. നിങ്ങൾ രാവിലെ ഇവിടെ വന്നിരുന്നല്ലേ? രാവിലെ ഉണ്ടായിരുന്നു. അപ്പൊ 2 മണിക്ക് 12:30 വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയി. പിന്നെ 2 മണിക്ക് വരാന്ന് പറഞ്ഞ് ഇപ്പൊ 4 മണിയാക്കി. 4 മണിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല, ആരും സ്ഥലത്തെത്തിയിട്ടില്ല. പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മടങ്ങില്ല? ഇല്ല, ഇനി നമ്മ ഇത് ഉറച്ച തീരുമാനമാണ്. എത്ര വരെ ബ്ലോക്ക് ആയാലും നമ്മൾ ആരെങ്കിലും ഒരു അധികാരികൾ വരാണ്ട് ഇവിടുന്ന് തിരിച്ചു പോകൂല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാന പാതയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഒരു വശത്ത് പരിയാരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ എല്ലായിടങ്ങളിലും വാഹനം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടിസ്ഥാന പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ. പ്രത്യേകിച്ചും ഇപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിലാണ് ഈ മണ്ണും ചെളിയും വീട്ടിലേക്ക് വരുന്നതെങ്കിൽ അവർ കിടക്കപ്പായിൽ നിന്ന്, അതായത് ബെഡിൽ നിന്നും എണീറ്റ് ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ്. കയ്യിലൊന്നും എടുക്കാൻ കഴിയാതെ ഓടേണ്ട അവസ്ഥ. അവരുടെ വസ്ത്രങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ, ബുക്കുകൾ ഒക്കെ തന്നെ വെള്ളത്തിൽ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അവരുടെ രേഖകളടക്കമുള്ളവ നശിച്ചു പോകുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് ആവശ്യം. ആ ആവശ്യത്തിൽ ഉറച്ചുകൊണ്ടാണ് ഇങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ സ്ത്രീകളടക്കമുള്ളവർ നീങ്ങിയിട്ടുള്ളത്. കുപ്പം എന്ന സ്ഥലത്ത് അവരിങ്ങനെ റോഡ് പൂർണ്ണമായും ഉപരോധിച്ച്, ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നാണ് അവരുടെ ആവശ്യം. അതായത് എന്തെങ്കിലും പറഞ്ഞുള്ളൊരു ഇതല്ല, അതായത് കൃത്യമായ പരിഹാരം വേണം എന്നതാണ് അവരുടെ ആവശ്യം. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കുപ്പത്തുണ്ടാവുകയാണ്. തളിപ്പറന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറുഭാഗത്ത് നേരത്തെ കുപ്പം ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ ഗൗരവം ബോധ്യമാക്കുന്ന ദൃശ്യങ്ങളുമാണ്. ഫെലിക്സ്, ഇപ്പോൾ ആ സ്ത്രീ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, പിഞ്ചു മക്കളെയും കൊണ്ട് എങ്ങനെ കിടന്നുറങ്ങും രാത്രിയിൽ, ഇതിലും വലുത് സംഭവിക്കുമോ എന്നാലും വലിയ ആശങ്കയാണ്. ആശങ്ക സ്വാഭാവികമാണ്, അത്തരം ഭയപ്പെടുന്ന ദൃശ്യങ്ങളുമാണ്. ഇത് ദേശീയപാതയുടെ ഏത് ഭാഗമാണ്? ഇതുവഴി ഇപ്പോൾ നേരത്തെ ഒരു ബൈക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതുവഴി ഗതാഗതമുണ്ടോ? ഇത് ഏത് ഭാഗമാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തളിപ്പറമ്പിനും പയ്യന്നൂരിനും മധ്യേ പരിയാരം മെഡിക്കൽ കോളേജിന് അടുത്തുള്ള സ്ഥലമാണ് കുപ്പം എന്ന സ്ഥലം. തളിപ്പറമ്പിനോട് ചേർന്നുള്ള സ്ഥലം. അവിടെയാണ് ഈ പ്രതിഷേധം ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് വഴി പയ്യന്നൂരിലേക്ക് പോകുന്ന ആളുകൾക്ക് പോകാൻ കഴിയില്ല. അതേസമയം പയ്യന്നൂരിൽ നിന്ന് ഇവിടേക്ക് തിരികെ വരുന്നവർക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. ഏതായാലും വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്ത്. ഗതാഗതം ഇപ്പോൾ നടക്കുന്നുണ്ടോ? സുഗമമായി ഒരു ഭാഗത്തൂടെ ഗതാഗതം നടക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് 2 മണിക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2 മണിക്ക് അവർ പിന്നീട് പറഞ്ഞു 2 മണിക്ക് എത്താൻ പറ്റൂല, 3 മണിക്ക് എത്താം. 3 മണി മാറ്റി 4 മണി പറഞ്ഞു. 4 മണി കഴിഞ്ഞിട്ടും അരമണിക്കൂർ ഞങ്ങൾ അധികം അങ്ങോട്ട് കൊടുത്തു. എന്നിട്ടും അധികാരികൾ ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾ ഉച്ചയ്ക്ക് കണ്ട അവസ്ഥയല്ല ഇത്. 2 മണിക്കൂറിന് ശേഷം ഓരോ മിനിറ്റിലും സെക്കൻഡിലും മണ്ണുകൾ താഴെക്കിടുന്നോറും ഞങ്ങളുടെ 100ഓളം കുടുംബങ്ങൾ താഴെയുണ്ട്. ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത അധികാരികളാണോ ഞങ്ങൾക്ക്? തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. ഇപ്പോൾ യതീഷ് സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നാൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. അതായത് 2 ഭാഗത്തേക്ക് പോകാനേ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു. ഒരു വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പോകാൻ കഴിയാത്ത പൂർണ്ണമായും ഗതാഗതം ഈ കുപ്പം എന്ന ഭാഗത്ത് പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ബസ്സുണ്ട്, മറ്റു വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനങ്ങളും ഇവിടെ വലിയ നിര കാണുന്നുണ്ട്. അവർക്ക് പലയിടങ്ങളിലേക്കും എത്തേണ്ടതൊക്കെയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഇടപെടലുണ്ടാകുന്നില്ല. അവർ പറയുന്നത് RDO അടക്കം സ്ഥലത്തെത്തി സംസാരിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ അവരെ അനുവദിക്കൂ എന്നതാണ് ഇപ്പോൾ സമരം ചെയ്യുന്ന ആളുകളുടെ അവർ പറയുന്ന മുന്നറിയിപ്പ്.